സ്ട്രീംസ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ദുബായിലെ ഉപ്പും മുളകും എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് മുൻവശത്താണ്. അപ്പം ഇന്നത്തെ വ്ളോഗെന്ന് പറയുന്നത് നമ്മൾ ഈ ഉപ്പും മുളകും റെസ്റ്റോറൻറ്റിൽ പോയി അവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് എങ്ങനെയുണ്ട് എന്നൊരു ഫുഡ് റിവ്യൂ പോലെ ഒരു വ്ളോഗാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് റെസ്റ്റോറൻറ്റിനകത്തോട്ട് പോവാം. റെസ്റ്റോറൻറ്റിൽ മെയിനായിട്ട് രണ്ട് ഭാഗമായിട്ടാണ്, രണ്ട് ഹാഫാണ്. ഇതിപ്പം ഗോൾഡൻ ഫോർക്ക് കമ്പൈൻ ചെയ്തതാണ്. അപ്പം ഈ ഹാഫ് എന്ന് പറയുന്ന ഗോൾഡൻ ഫോർക്കും ഉപ്പും മുളകും എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സെക്കൻഡ് അപ്പുറത്തെ സൈഡിലാണ്. അപ്പം നമ്മളിപ്പം ഉപ്പും മുളകും റെസ്റ്റോറൻറ്റിലാണുള്ളത്. കുറച്ച് നേരം അവിടുത്തെ റെസ്റ്റോറൻറ്റ് മാനേജർ മിസ്റ്റർ റിൻസുമായിട്ട് കുറേ കൂലും കർശനമായി ചർച്ചകളൊക്കെ നടത്തി. അവസാനം കുറച്ച് സ്റ്റാർട്ടേഴ്സും മെയിൻ ഡിഷസും ഒക്കെ ഓർഡർ ചെയ്തു. ഇത് ഗോൾഡൻ ഫോർക്കിന്റെ ആണോ? ഇത് ഗോൾഡൻ ഫോക്ക് എന്നുള്ള നമ്മുടെ ഗ്രൂപ്പാണ്, ഡിവിഷൻ ഓഫ് ഗോൾഡൻ ഫോക്ക്. അതായത് ഗോൾഡൻ ഫോക്ക് എന്ന് മെയിൻ ഗ്രൂപ്പ് ഗോൾഡൻ ഫോക്കാണ്. ഗോൾഡൻ ഫോക്കിന് തന്നെ നമ്മുടെ ഇന്ത്യൻ വേർഷനാണ്, അതായത് നമ്മുടെ സൗത്ത് ഇന്ത്യൻ ടിപ്പിക്കലായിട്ട് ചെയ്യുന്ന ഒരു ഇന്ത്യൻ വേർഷനാണ് ഉപ്പുമുളക്. ഒരു ചിക്കൻ കുരുമുളക് സൂപ്പ് പറഞ്ഞു, പിന്നെ ഞാനൊരു മാംഗോ ജ്യൂസ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സ്റ്റാർട്ടറായിട്ട് പറഞ്ഞത് ഒരു സ്ക്വിഡ് എഗ് ചില്ലി ഫ്രൈയും ഒരു കുറത്തി ചിക്കൻ. ഇത് രണ്ടുമാണ് സ്റ്റാർട്ടേഴ്സ് പറഞ്ഞത്. അപ്പം നമുക്കിത് വരുമ്പം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അപ്പം ഇത് മിസ്റ്റർ വിൻസ് റെസ്റ്റോറൻറ്റ് ഉപ്പുമുളക് റെസ്റ്റോറൻറ്റ് മാനേജറാണ്. നിങ്ങൾക്ക് എത്ര രണ്ട് ബ്രാഞ്ചാണുള്ളത്? ഇത് മൊസാറിൽ, പിന്നെ കരാമേൽ. എത്ര വർഷമായി തുടങ്ങിയിട്ട്? നമ്മുടെ ഉപ്പുമുളക് നമ്മളിപ്പം ഓൾമോസ്റ്റ് 1 year ആവുന്നു ഉപ്പുമുളക് സ്റ്റാർട്ട് ചെയ്തിട്ട്. ഗോൾഡൻ ഫോക്ക് നമുക്ക് മുന്നേ ഉള്ളതാണ്. ഗോൾഡൻ ഫോക്കിന് നമുക്കൊരു 12 ആവുമ്പോഴത്തോളം ഗോൾഡൻ ഫോക്ക് ഒത്തിരി വർഷമായിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഓണേഴ്സൊക്കെ മലയാളികളാണ്. അതെ അതെ. എവിടെ നാട്ടിലുണ്ടോ? ബ്രാഞ്ചുണ്ടോ? ഇവിടെ മാത്രമാണ് പോകുന്നത്. ഷാർജ, അജ്മാൻ, ദുബായ്, റാസൽഖൈമ. ഇല്ല, ഉപ്പുമുളക് നമുക്ക് ഇവിടെ മാത്രമല്ല. ഉപ്പുമുളക് നമുക്കുള്ളത് മംസാറിലും പിന്നെ കരാമേലും. നമുക്ക് ഇവിടുത്തെ ഉപ്പുമുളകിന്റെ കൺസെപ്റ്റ് അനുസരിച്ച് നമുക്ക് മൾട്ടിനാഷണൽ നമുക്ക് ഫോറിനേഴ്സ് വരാറുണ്ട്. അവർക്കൊക്കെ നമ്മുടെ ഫുഡൊക്കെ ട്രൈ ചെയ്യും. നമ്മൾ ആദ്യം ലോഞ്ച് ചെയ്ത ഉപ്പുമുളക് ഇല്ലായിരുന്നു. പിന്നെ നമുക്ക് ആൾക്കാരുടെ കൂടുതൽ അഭിപ്രായം, അതുപോലെ തന്നെ അവരുടെ ഒരു കൂടുതലായിട്ടുള്ള ചോയ്സസ് നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പം ഒരു സൗത്ത് ഇന്ത്യൻ കുസിൻ വേണം തോന്നി. അങ്ങനെയാണ് നമ്മളിത് ലോഞ്ച് ചെയ്തത്. ഉപ്പുമുളകിൽ നമുക്ക് സ്പെഷ്യലി നമ്മുടെ നാടൻ ടിപ്പിക്കൽ ആയിട്ടുള്ള നാടൻ ഐറ്റംസ് ആണ് നമ്മൾ അത് കൂടുതലും നമ്മൾ സെർവ് ചെയ്യുന്നത്. വിത്ത് ലൈക്ക് ക്ലേ പോട്ട്സ് ആണ് നമ്മൾ സെർവ് ചെയ്യുന്നത്. സീ ഫുഡിലാണ് നമ്മൾ സ്പെഷ്യൽ നമ്മൾ ചെയ്യുന്നത്. സീ ഫുഡിൽ നമുക്ക് വ്യത്യസ്തമായ രീതിയിലുള്ള ചട്ടിക്കറികൾ, അതുപോലെ തന്നെ ഫിഷ് തവയിലുള്ള തവാക്കകൾ അല്ലെങ്കിൽ തവാ ഫ്രൈസ് അങ്ങനെയുള്ള ഐറ്റംസ് ആണ്. ലൈവ് അത് നമ്മുടെ നമ്മുടെ ഉണ്ട്, നമുക്ക് മുളകിന്റെ ഉണ്ട്. അത് ലൈവ് ഉണ്ട്. ചാർക്കോൾസ്, അറബിക് ഫുഡ്സ് ആണ്. മാംഗോ ജ്യൂസ് കൊള്ളാം, നല്ല മധുരമുണ്ട്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല കോൾഡൊക്കെ ആയിട്ടിരിക്കുന്നത് കാരണം ഐസ് ഇല്ലാതെ എടുക്കാൻ പറഞ്ഞു. അതുകൊണ്ട് തണുപ്പില്ല, പക്ഷെ നല്ല ജ്യൂസാണ്, നല്ല കട്ടിക്കുള്ള നല്ല ജ്യൂസാണ്. ഇവിടെ ഇപ്പം വരുന്നത് ഈ ആഫ്രിക്കൻ മാങ്ങ എന്ന് പറഞ്ഞൊരു ചുമന്ന വലിയ കളർ മാങ്ങയാണ് ഇപ്പം ഇവിടെ വരുന്നത്, ലുലുവിലൊക്കെ ഉള്ളത്. പക്ഷെ ഇത് നല്ല മധുരമുണ്ട്, നല്ല ജ്യൂസാണ്. കോഴി കുരുമുളക് സൂപ്പ് എത്തിയിട്ടുണ്ട്. എനിക്ക് സത്യം പറഞ്ഞ സൂപ്പ് ഒട്ടും ഇഷ്ടമില്ലാത്ത സാധനം, പക്ഷെ അവരെല്ലാം 2 പോർഷൻസാണ് കൊണ്ടുവന്നത്. ടേസ്റ്റ് ചെയ്ത് നോക്കാം എന്തായാലും. ഇങ്ങനെ ഉണ്ടല്ലോ, പെപ്പറിൻ്റെ ടേസ്റ്റാണോ? ഇതിനകത്ത് പിന്നെ ചെറിയ ഉള്ളിയൊക്കെ വട്ടത്തിലരിഞ്ഞത്, പിന്നെ എനിക്ക് തോന്നുന്നു കറിവേപ്പില പൊടിയായിട്ട് അരിഞ്ഞത്, അങ്ങനെ അതൊക്കെയാണ് മെയിനായിട്ട്. ഇങ്ങനെ പീസിനായിട്ട് കിടക്കുന്ന ചിക്കൻ ഉണ്ട്, ചെറിയ ഉള്ളി, കറിവേപ്പില. ബാക്കി ഒരു ഗ്രേവി, ഒരു കുരുമുളകൊക്കെ ഇട്ട ഒരു രസം, ആ ഒരു ടേസ്റ്റാണ് ബാക്കി ആ ഗ്രേവിക്ക്. ഇത് കുറത്തി ചിക്കൻ, ഇത് സ്ക്വിഡ് എഗ് ചില്ലി ഫ്രൈ, ഇതാണ് കുറത്തി ചിക്കൻ ഫ്രൈ. ഇത് വിത്ത് ബോണാണെന്നാണ് പറഞ്ഞത്, പക്ഷെ എനിക്ക് കിട്ടിയ പീസ് ബോൺലെസ് തന്നെയാണ്. കൊള്ളാം, നല്ല അകമൊക്കെ നല്ല ജ്യൂസി ആയിട്ട്. സാധാരണ ഫ്രൈ ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ അകം ഒരു റബ്ബർ പോലെ കുറച്ച് ഉണങ്ങി ഡ്രൈ ആയിട്ട് പോകാറില്ല. ഇത് അകം നല്ല ജ്യൂസിയാണ്.
ഒരു ചെറിയൊരു പുളിപ്പും ഒരു പുളി ടേസ്റ്റും ഉണ്ട്, എരിവുണ്ട്. നല്ല ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയത്. ഞാൻ ഇങ്ങനത്തെ പ്രിപ്പറേഷൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. കുറത്ത് ചിക്കൻ അതിൻ്റെ പേര് കേട്ടോ. ഇത് സ്റ്റാർട്ടേഴ്സിലുള്ളതാണ്. ഉണക്കമുളകാ കോട്ടിംഗ് ഒക്കെ. ഉണക്കമുളക് കാണാം. വെളുത്തിരിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഉണക്കമുളകാണ് മെയിനായിട്ട് വെളിയിലുള്ള കോട്ടിംഗ്. ഇനി ഞാൻ ഈ സ്ക്വിഡ് എഗ് ചില്ലി ഫ്രൈ എങ്ങനെ ഉണ്ടെന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പറയാം. മുരളിയേട്ടൻ സീ ഫുഡൊന്നും കഴിക്കത്തില്ല. അപ്പോൾ ഇത് ഫുള്ള് ഞാൻ തന്നെ വേണം, സ്ക്വിഡ് ഞാൻ തന്നെ വേണം കഴിച്ചു തീർക്കാൻ. സ്ക്വിഡ് കണ്ടിട്ട് ഈ നമ്മുടെ കൊഞ്ചൊക്കെ ഫ്രൈ ചെയ്തെടുത്ത പോലില്ലേ, ഇങ്ങനെ വട്ടത്തിൽ. എനിക്കൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ടാകും തോന്നുന്നു. ഇത് ശരിക്കും ഒരു മൈദ ആ ബാറ്ററിൽ മുക്കി ഫ്രൈ ചെയ്ത പോലെ കാണുന്നത്. അതിൻ്റെ കൂടെ ഈ പൊടിയായിട്ട് മുട്ട സ്ക്രാമ്പിൾ ചെയ്തത് ഒക്കെ ഉണ്ട്. അതാണ് എഗ് ചില്ലി ഫ്രൈ അല്ലേ, അപ്പോൾ മുട്ട സ്ക്രാമ്പിൾ ചെയ്ത് കുഞ്ഞായിട്ട് പൊടിയായിട്ട് കിടപ്പുണ്ട്. പിന്നെ സ്ക്വിഡ് ഡീപ്പ് ഫ്രൈ ചെയ്ത് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തായിട്ട് എനിക്ക് തോന്നുന്നത്. ഞാൻ കഴിച്ച് നോക്കിയിട്ട് ടേസ്റ്റ് പറയാവേ. ഇതിനങ്ങനെ വലിയ സ്പൈസി ഒന്നുമല്ല, ഒരു നോർമൽ പ്ലെയിൻ ഒരു ടേസ്റ്റ് തന്നെയാണ്. നമ്മൾ മൈദയിലൊക്കെ മുക്കിയെടുക്കുന്നത് എനിക്ക് തോന്നുന്നു. അങ്ങനെ തന്നെ ആ നോർമൽ ഒരു പ്ലെയിൻ ബാറ്ററിൽ മുക്കിയെടുത്തിട്ട് ഈ എഗ് ചില്ലിയായിട്ടിട്ട് ഫ്രൈ ചെയ്ത്. പക്ഷെ ഒരു ഡിഫറെൻറ്റ് പ്രിപ്പറേഷനാണ്. സ്ക്വിഡും മുട്ടയും കൂടെ നമ്മളങ്ങനെ കമ്പൈൻ ചെയ്യാറില്ലല്ലോ. നമുക്കിത് ഇവരിപ്പോൾ എല്ലാം കൂടെ റെസിപ്പി പറഞ്ഞു തരത്തില്ല. ഒന്ന് പരീക്ഷിച്ച് നോക്കാം. നിഷ സ്പൈസസിൽ ഞാനൊന്ന് ട്രൈ ഔട്ട് ചെയ്തിട്ട് നോക്കാം. നല്ല കോമ്പിനേഷനാണ്. എനിക്ക് ഇതിനകത്തും ഉണ്ട്, സവോളയും എല്ലാം കൂടി ഇട്ടിട്ടുണ്ട്. പക്ഷെ നന്നായിട്ടുണ്ട് ഇത്. ഈ സ്ക്വിഡ് എഗ് ചില്ലി ഫ്രൈയിൽ മുട്ട സ്ക്രാമ്പിൾ ഇതേ ഇങ്ങനെ ഇരിക്കുന്നത്. നമ്മൾ സാധാരണ മുട്ടയൊക്കെ സ്ക്രാമ്പിൾ ചെയ്തെടുത്ത പോലെ. ഇതിനകത്ത് ഞാൻ പറയാം വലിയ സ്പൈസി അല്ല, അങ്ങനെ മുളക് പൊടി അങ്ങനത്തെ ഇല്ല. ഇത് കുരുമുളക് തന്നെയാണ് മെയിൻ ഇതിൻ്റെ ഒരു എരിവ്. ശകലം എരിവേ ഉള്ളൂ. നമുക്ക് ഇവരുടെ കിച്ചൺ ഒന്ന് കയറി കാണാം. കിച്ചണിനകത്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. ഞാൻ ആദ്യമായിട്ടാണ് ഒരു റെസ്റ്റോറൻറ്റിലെ കിച്ചണിനകത്തോട്ട് കയറുന്നത്. ഇതാണ് ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ. ഇത് ഇവരുടെ സ്പെഷ്യൽ മസാലകളാണ്. ഗരം മസാലയൊക്കെ ഇവിടെ തന്നെ പൊടിപ്പിച്ച് വെക്കുന്ന ഗരം മസാലയാണ്. പിന്നെ ഏതാണ്ട് ഇഞ്ചി, വെളുത്തുള്ളി, സവോള എല്ലാം ഈ ഓരോ ആവശ്യത്തിനായിട്ട് പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചേക്കും. അപ്പം പെട്ടെന്ന് എടുക്കാനായിരിക്കും. ബട്ടർ, നെയ്യ് എല്ലാം ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഇവിടെ ഉപ്പും മുളകിൻ്റെയും കിച്ചൺ ഏരിയ ആണ്. ഇവിടെയാണ് അവരുടെ മെയിൻ കുക്കിംഗ് ഒക്കെ നടക്കുന്നത്. ഇവിടെ അടുപ്പൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. എന്തോ ഫ്രൈ ചെയ്യാനാണെന്ന് തോന്നുന്നു. എണ്ണയൊക്കെ കിടപ്പുണ്ട്. ഇവിടെ ഷെഫ് സവോളയും ഒക്കെ പൊടിയായിട്ട് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ സൈഡിൽ സ്റ്റോക്ക് ചെയ്ത് അവരിങ്ങനെ അരിഞ്ഞരിഞ്ഞ് മാറ്റി വെക്കുമെന്ന് തോന്നുന്നു. പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ട് പടപടേന്ന് അരിയുന്നത്. ചിക്കൻ ചട്ടിക്കറി ഉണ്ടാക്കുന്നത് നമ്മൾ ലൈവായിട്ട് കാണാൻ പോവാം. അതാണ്ട് അടുപ്പൊക്കെ കത്തിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ചെറിയ ഉള്ളി അല്ലേ? എണ്ണയിലോട്ട് ചെറിയ ഉള്ളി ഇച്ചിരി ഇട്ടിട്ടുണ്ട്. ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്, വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത്, പച്ചമുളകും ഒരു എനിക്ക് തോന്നുന്നൊരു 3-4 ടേബിൾ സ്പൂൺ പച്ചമുളകുണ്ട്. എല്ലാം പൊടിയായിട്ട് അരിഞ്ഞ്. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. പിന്നെ സവോളയും പൊടിയായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിങ്ങനെ ഹൈ ഫ്ലെയിം വെച്ച് തന്നെ വഴറ്റുന്നത് അല്ലേ? വഴറ്റുന്ന സ്റ്റൈല് കണ്ടോ? ടൊമാറ്റോ ഒരു കുറച്ചല്ലേ ഉള്ളൂ, ഒരു പകുതി ടൊമാറ്റോ പൊടിയായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇനിയും പൊടികൾ ചേർക്കുക. മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്, മല്ലിപ്പൊടി, മുളക് പൊടി തീരെ കുറച്ച്, ഒരു 1/4 ടീസ്പൂണേ ഉള്ളൂ. മല്ലിപ്പൊടി ഏകദേശം 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇത് കുരുമുളക്, പച്ച കുരുമുളക് അരച്ചതാണോ അതോ കുരുമുളക് പൊടിയാണോ അരച്ചത്? ചുമ്മാ വെള്ളം ഒഴിച്ചരച്ചോ? അപ്പോൾ കുരുമുളക് കുറച്ചൊന്ന് പേസ്റ്റ് പോലെ ആക്കി ഏകദേശം 1 ടീസ്പൂൺ ഉണ്ടല്ലോ. പച്ചമുളക് പേസ്റ്റ് ആക്കിയും ചേർത്തിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇതൊക്കെയാന്ന് തോന്നുന്നു എരിവിന്. മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ വളരെ കുറച്ചാണ്. കുരുമുളക് പേസ്റ്റ്, പച്ചമുളക് പേസ്റ്റ് ഇതൊക്കെയാണ് എരിവിന് ചേർത്തേക്കുന്നത്. എന്തുവാ? വെള്ളം ഇച്ചിരി വെള്ളം ഒഴിച്ചു. ഇപ്പോഴാണ് ഉപ്പിട്ടത്
ചിക്കനും ചേർത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 200 ഗ്രാം ചിക്കൻ കാണും. ഇവിടെ 2 പോർഷൻ എന്നാണ് പറയുന്നത്. ഒരു പോർഷനാണ് ഇവിടെ, 2 പോർഷൻ അല്ല, ഒരു പോർഷൻ. അപ്പോൾ ഏകദേശം 200 ഗ്രാം തന്നെയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ചിക്കൻ വെന്തിട്ടുണ്ട് ഇപ്പം. അപ്പോൾ ഈ ഗ്രേവി തന്നെ കിടന്ന് ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനിയും തേങ്ങാപ്പാൽ ഒഴിക്കാൻ പോവാ. അത് കട്ടി ഒന്നാം പാലാണ്. അപ്പോൾ കട്ടി തേങ്ങാപ്പാൽ ലാസ്റ്റ് ഒഴിക്കുകയാണ്. ഒന്നാം പാലാ. ഏകദേശം ഒരു ഗ്ലാസ് തേങ്ങാപ്പാൽ ഉണ്ടെന്ന് തോന്നുന്നു. ആ തേങ്ങാപ്പാൽ നല്ല കട്ടിപ്പാലാണ്. കളറ് കംപ്ലീറ്റ് ആയിട്ട് ഒരു ലൈറ്റ് ഷെയ്ഡ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അധികം തിളപ്പിക്കത്തില്ലല്ലോ. ലാസ്റ്റ് ഫൈനൽ ടച്ചായിട്ട് കുറച്ച് കറിവേപ്പില ചേർത്തിട്ടുണ്ട്. പിന്നെ ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കും അല്ലേ. കുറച്ച് വെളിച്ചെണ്ണയും ലാസ്റ്റ് ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഫൈനലായിട്ട് ലാസ്റ്റ് ഒഴിക്കുമ്പോൾ ആ ഒരു മണവും ടേസ്റ്റും ഒക്കെ നന്നായിട്ട് ആ കറിയിൽ നിൽക്കുമല്ലോ. റെഡിയായോ? അപ്പം ചിക്കൻ ചട്ടിക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ അവരെങ്ങനെയാണ് ചിക്കൻ ചട്ടിക്കറി ഉണ്ടാക്കുന്നത് മനസ്സിലായില്ലേ? നമ്മുടെ ഫുഡ് എത്തി. ഇത് പൊറോട്ട, പിന്നെ അപ്പം പറഞ്ഞിട്ടുണ്ട്. ഇത് മീൻ മാങ്ങാക്കറി. ഇത് അവരുടെ സ്പെഷ്യൽ ആണെന്ന് പറഞ്ഞ 2-3 ഐറ്റംസ് ആണ് ഓർഡർ ചെയ്തത് കേട്ടോ. മീൻ മാങ്ങാക്കറി നല്ല ചട്ടിക്കകത്തൊക്കെയാ. നെമ്മീനാന്നാ പറഞ്ഞേ. ആ മുകളിൽ പച്ചമാങ്ങയൊക്കെ ഇങ്ങനെ സ്ലൈസായിട്ട് കിടപ്പുണ്ട്. ഇത് ചിക്കൻ ചട്ടിക്കറി നമ്മൾ ഉണ്ടാക്കുന്ന കണ്ടില്ലേ, അത് ചട്ടിക്കകത്ത് തന്നെ സെർവ് ചെയ്ത ചിക്കൻ ചട്ടിക്കറി. അപ്പവും വന്നിട്ടുണ്ട്. അപ്പോൾ അപ്പവും മീൻ മാങ്ങാക്കറിയും ചട്ടിക്കറിയും ഒക്കെയാണ് കോമ്പിനേഷൻ. പിന്നെ ഒരു ബീഫ് കൂടെ പറഞ്ഞിട്ടുണ്ട്. ബീഫ് പറഞ്ഞത് ബീഫ് വരട്ടിയതാ. അത് മുരളിയേട്ടനെ കഴിക്കത്തുള്ളൂ, ഞാൻ ബീഫ് കഴിക്കത്തില്ല. മീൻ മാങ്ങാക്കറി എനിക്കൊന്ന് തേങ്ങാപ്പാലിലാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഞാൻ വിചാരിച്ചിരുന്ന തേങ്ങ അരച്ച കറിയായിരുന്നു. പക്ഷെ കണ്ടിട്ട് ഒരു തേങ്ങാപ്പാലിൻ്റെ ഒരു സ്റ്റൈലായി. കഴിച്ചു നോക്കിയിട്ട് പറയാവേ. കാണാനായിട്ട് നല്ല രസമുണ്ട്. ഒരു ചട്ടിക്കകത്ത് ഒരു ഇലയൊക്കെ വെച്ച് അതിൻ്റെ പുറത്താണിത്. എല്ലാം ചട്ടിക്കകത്താണ് കണ്ടോ. ചട്ടിക്കറി പിന്നെ ചട്ടിക്കകത്ത് തന്നെ ആയിരിക്കും. ആ ചട്ടിയുടെ സൈഡിലെ വാല് കണ്ടോ. ചിക്കൻ ചട്ടിക്കറി ഇപ്പം എല്ലാവർക്കും എങ്ങനെയാണെന്ന് മനസ്സിലാക്കി കാണുമല്ലോ റെസിപ്പി. അതും നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ ചട്ടിക്കറി എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാമല്ലോ. ഇനി ഇതാ ബീഫ് വരട്ടിയതും എത്തി. ഇതൊരു സെമി സോളിഡ് ടൈപ്പ്, സെമി തിക്ക് ഗ്രേവിയാണ്. കണ്ടിട്ട് നല്ല ടേസ്റ്റ് ഒക്കെ തോന്നുന്നുണ്ട്. ഇനി മുരളിയുടെ ടേസ്റ്റ് നോക്കിയിട്ട് എങ്ങനെയാണെന്ന് പറയാം. ഞാൻ അപ്പവും മീൻ മാങ്ങാക്കറിയും കൂടെ എടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇത് ഞാൻ പറഞ്ഞല്ലോ നെമ്മീനാണ്. തേങ്ങ അരച്ചതല്ല കേട്ടോ, തേങ്ങാപ്പാൽ തന്നെയാ. പച്ചമാങ്ങ ഇങ്ങനെ ഇതേ തിൻ സ്ലൈസസ് ആയിട്ട് കാണുന്നില്ലേ, തിൻ സ്ലൈസസ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ടൊമാറ്റോ ഉണ്ട്. ആദ്യം മീൻ മാത്രമായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്യാം. കുഴപ്പമില്ല, കൊള്ളാം. പച്ചമാങ്ങയുടേതായിട്ട് അങ്ങനെ ഭയങ്കര പുളിയൊന്നുമില്ല. സാധാരണ എൻ്റെ ഒരു ധാരണ മീൻ മാങ്ങാക്കറി എന്ന് വെച്ചാൽ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പത്തിൻ്റെ കൂടെയാണ് ബെസ്റ്റ് കോമ്പിനേഷൻ. അല്ലെങ്കിൽ നല്ല ചോറൊക്കെ വേണം. മുരളിയേട്ടൻ പൊറോട്ടയും ബീഫും കൂടെ എടുത്ത് കഴിക്കുകയാണ്. കൊള്ളാവോ ബീഫ്? എരിവുണ്ടോ? ഭയങ്കര എരിവാ? മീഡിയം സ്പൈസ്. ബീഫ് ഫ്രൈ ആണോ ഇതാണോ നല്ലത്? അല്ല, ബീഫ് ഫ്രൈയുടെ ടേസ്റ്റ് ആണോ അതോ? ഫ്രൈ ഇഷ്ടം. മുരളിയേട്ടന് സാധാരണ എപ്പോഴും ബീഫ് ഫ്രൈ ആണ് കഴിക്കാറ്. അങ്ങനെ ഇതുവരെ ബീഫ് ഒരു സെമി തിക്ക് ഗ്രേവി മോഡൽ ഓർഡർ ചെയ്തിട്ടില്ല. ആദ്യമായിട്ട് ഓർഡർ ചെയ്യുന്നതേ കുറവാണ് ബീഫ്. ഞാൻ കഴിക്കാത്തതുകൊണ്ട് ഞങ്ങൾ റെസ്റ്റോറൻറ്റ്സിൽ നിന്നൊന്നും ബീഫ് അങ്ങനെ ഓർഡർ ചെയ്തിട്ടില്ല. വളരെ അപൂർവമാണ് കഴിക്കാറ്. ഇതിപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് കഴിച്ചതാണ്. ഇനി ഞാൻ പൊറോട്ടയും ചിക്കൻ ചട്ടിക്കറിയും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. ചിക്കൻ നല്ല കുക്ക്ഡാണ്, നല്ല സോഫ്റ്റ് തന്നെയാണ്. ഗ്രേവി നല്ല തിക്കാണ്. നമ്മൾ കണ്ടതല്ലേ, നല്ല കട്ട് തേങ്ങാപ്പാലല്ലേ ഒഴിച്ചേക്കുന്നത്. നല്ല തിക്ക് ഗ്രേവിയാണ്. ഇതിനാ നമ്മൾ കണ്ട കുരുമുളക് പച്ചമുളക് പേസ്റ്റ് ഇട്ടാൽ ഭയങ്കര എരിവൊന്നുമില്ല. ഞാൻ പച്ചമുളക് ആദ്യം ഇട്ടു, പിന്നെ പച്ചമുളക് പേസ്റ്റും കൂടി ഇടുന്ന കണ്ടപ്പോൾ ഞാൻ വെച്ച് ഭയങ്കര എരിവായി പോവും. തേങ്ങാപ്പാൽ ഒഴിച്ചുകൊണ്ട് ആ കളർ ബാലൻസ് ആയെന്നാണ് വിചാരിച്ചത്. പക്ഷേ ആ പച്ചമുളക് പേസ്റ്റിൻ്റെ അങ്ങനെ എരിവൊന്നും ഇല്ല കേട്ടോ. എരിവില്ല എന്നല്ല, എരിവ് വളരെ കുറവ് തന്നെയാണ് ശരിക്കും. ടേസ്റ്റ് ഉണ്ട്. ചിക്കനൊക്കെ നന്നായിട്ട് കുക്ക്ഡായിട്ട് നല്ല ടേസ്റ്റ് തന്നെയാണ്. ആ തേങ്ങാപ്പാൽ തന്നെയാണ് മെയിൻ പ്രോമിനൻ്റായിട്ട് നിൽക്കുന്ന ടേസ്റ്റ്. ഇതും അപ്പത്തിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. പക്ഷേ തേങ്ങാപ്പാൽ ഗ്രേവി അല്ലേ,
കറിയുടെ കാര്യമൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും പൊറോട്ടയെ പറ്റി പറയാൻ മറന്നുപോയി. നല്ലത് ഞാൻ പകുതിയായി, എന്നാലും കണ്ടല്ലോ നല്ല ഈ ലെയറായിട്ടുള്ളത് നല്ല സോഫ്റ്റ് പൊറോട്ടയാണ് കേട്ടോ. പൊറോട്ട നല്ല ഇങ്ങനെ ലെയറായി പല ഇതിലുകൾ ഇരുന്നാലേ നല്ല സോഫ്റ്റായിട്ടിരിക്കത്തുള്ളൂ. നല്ല സോഫ്റ്റ് പൊറോട്ടയാണ് ശരിക്കും. പൊറോട്ട നമ്മൾ പിന്നെ ഒരു ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് ബാക്കി കറികളെല്ലാം പറയുക, പൊറോട്ടയെ പറ്റി ഒന്നും പറഞ്ഞില്ല. പക്ഷെ എല്ലായിടത്തും അങ്ങനെ സോഫ്റ്റ് ആവാറില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് പൊറോട്ട നല്ല സോഫ്റ്റാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു എരിവ് ഇപ്പം കഴിച്ച് വരുമ്പോഴത്തേക്കും കുറച്ച് എരിവ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് വെക്കുമ്പോഴത്തേക്കും നമുക്ക് ആ തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റാണ് വരുന്നത്. പക്ഷെ ഇപ്പോൾ ഒരു ഇച്ചിരി കഴിച്ച് കഴിയുമ്പോഴത്തേക്കും കുരുമുളകിൻ്റെ എരിവ് ഫീൽ ചെയ്യുന്നുണ്ട്, കുറച്ച് എരിവുണ്ട് ഇപ്പം. ഞാൻ ആദ്യം വിചാരിച്ചു ഒട്ടും എരിവില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇച്ചിരി കഴിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ നാക്കിൽ കുരുമുളകിൻ്റെ ടേസ്റ്റ് നിൽക്കുന്നുണ്ട്. ഞങ്ങൾ ഡെസേർട്ട് വേറൊന്നും ഓർഡർ ചെയ്യുന്നില്ല, കാരണം മുല്ലേട്ടനും എനിക്കും നല്ല തൊണ്ടവേദനയാണ്. ഇവിടെ മെയിനായിട്ട് ഐസ്ക്രീം, ഫ്രൂട്ട് സലാഡ് അങ്ങനത്തെ സംഭവമുള്ളത്. അപ്പോൾ തണുത്തൊന്നും കഴിക്കാൻ പറ്റത്തില്ല. മാംഗോ ജ്യൂസ് തന്നെ ഐസ് ഇടാതെ തണുക്കാത്ത മാംഗോ ജ്യൂസാണ്. അപ്പോൾ ഇത് തീർക്കാതെ വെച്ചേക്കുമായിരുന്നു, അതുകൊണ്ട് ഡെസേർട്ട് ഒന്നും ടേസ്റ്റ് ചെയ്യുന്നില്ല കേട്ടോ. നമുക്ക് ഇത്രയും നല്ല ഫുഡ് ഉണ്ടാക്കി തന്ന ഷെഫിനോടൊരു താങ്ക് യു പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഫുഡ് നല്ലതായിരുന്നു എന്ന് പറയാറ് കേട്ടോ. നല്ലതായിരുന്നു ഫുഡെല്ലാം. താങ്ക് യു. പേരെന്തായിരുന്നു ഞാൻ മറന്നു? ജോജോ. ഓക്കെ. എത്ര നാളായി ഇപ്പം നാട്ടിൽ? എത്ര നാളുണ്ടായിരുന്നു? ആ, ഇവിടെ UAE വന്നിട്ട് എത്ര നാളായി? ഫസ്റ്റ് ടൈമാണ്. ഓക്കെ, ശരി, താങ്ക് യു. ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങി. ഒരു 7 മണിയായപ്പോൾ ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ എത്തിയതാ കേട്ടോ. ഇന്ന് ഞങ്ങൾ വർക്കിംഗ് ഡേ വന്ന് അധികം തിരക്കില്ലാത്തൊരു ദിവസം നോക്കി വന്നതാണ്. ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് പ്ലാൻ ചെയ്ത് അധികം തിരക്കില്ലാത്ത ദിവസം നോക്കി വന്നതാണ്. വീക്കെൻഡ് ഒക്കെ അവര് നല്ല റഷ് ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഒത്തിരി തിരക്കുണ്ടെങ്കിൽ പാടായിരിക്കുമല്ലോ. വെച്ചാൽ കിച്ചണിനകത്ത് യൂഷ്വലി എല്ലാ റെസ്റ്റോറൻറ്റ്സും കയറാൻ സമ്മതിക്കാറില്ല. അപ്പം അതുകൊണ്ടാണ് വർക്കിംഗ് ഡേ വന്നത്. ആദ്യം തിരക്കുള്ള ഭാഗത്ത് കയറാൻ പറ്റത്തില്ല. പക്ഷെ കിച്ചണിൽ കയറിയതിൽ എനിക്ക് തോന്നിയത് നല്ല നീറ്റായിട്ട് തന്നെയല്ല ഇരിക്കുന്നത് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു റെസ്റ്റോറന്റിനകത്തെ കിച്ചണിൽ കയറുന്നത്. പക്ഷെ വളരെ നീറ്റായിട്ട് തന്നെ എല്ലാം വെക്കുന്നതായിട്ടും, സാധാരണ നമുക്ക് എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല റെസ്റ്റോറന്റിലെ കിച്ചൺ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ഐഡിയ എനിക്ക് ആക്ച്വലി ഇല്ലായിരുന്നു. അപ്പൊ കയറിയപ്പോൾ എനിക്ക് തോന്നിയത് നല്ല നീറ്റായിട്ട് തന്നെ വെക്കുന്നുണ്ട്. പിന്നെ ഇവിടെ UAE-ലാകുമ്പം നല്ല നീറ്റായിട്ട് തന്നെ വെക്കണമല്ലോ. അപ്പം നന്നായിട്ട് തന്നെ ഇരിപ്പുണ്ടായിരുന്നു കിച്ചണൊക്കെ. പിന്നെ ഫുഡും ആസ് സച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ നാടൻ ഫുഡാണ് പറഞ്ഞതെല്ലാം. നാടൻ ഫുഡെല്ലാം മെയിൻലി എല്ലാം നല്ല ടേസ്റ്റി ആയിരുന്നു. അവരുടെ സ്പെഷ്യൽ എന്ന് പുള്ളി റെക്കമെൻഡ് ചെയ്തതാണ് പറഞ്ഞത്. പക്ഷെ എല്ലാം നന്നായിട്ട്, സ്റ്റാർട്ടറൊക്കെ വളരെ നല്ലതായിരുന്നു. മുരളിയേട്ടൻ എന്താണ് അഭിപ്രായം ഫുഡിനെ പറ്റി? ഫുഡ് കുഴപ്പമില്ല, ഒത്തിരി അത്യാവശ്യം സ്പൈസ് ഒക്കെ ഉണ്ട്, മോശമില്ല. നല്ലൊരു നാടൻ റെസ്റ്റോറന്റ് എന്ന് പറയാം. അതെ, നാടൻ ഫുഡ് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു റെസ്റ്റോറന്റ് ആണ്. ഇവർക്ക് 2 ബ്രാഞ്ചസ് ഉള്ളത്. ഒരെണ്ണം മംസാറിലാണ് ഞങ്ങൾ പോയത്. കരാമയിലൊക്കെ ആണെങ്കിൽ ഇച്ചിരിയുടെ തിരക്കായിരിക്കും. ആ മെയിൻ കരാമ ഏരിയ തന്നെയാണ്. അപ്പം ഞങ്ങൾക്ക് ഷാർജയിൽ നിന്ന് വരുന്നവർക്കൊക്കെ മംസാർ തന്നെയായിരിക്കും എളുപ്പം. പിന്നെ ചൈനീസും എല്ലാം ഉണ്ട് കേട്ടോ. വെച്ചാൽ ഗോൾഡൻ ഫോർക്കും ഇവരുടെ തന്നെയാണ്, ഗോൾഡൻ ഫോർക്കിന്റെ ആണ് ഈ ഉപ്പും മുളകും. അതുകൊണ്ട് ചൈനീസ് അങ്ങനത്തെ ഗ്രിൽഡ് ഐറ്റംസ് എല്ലാം അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഡെസേർട്ട് ഒന്നും ഞങ്ങൾ ട്രൈ ചെയ്തില്ല. ഡെസേർട്ട് മെയിൻ ആയിട്ട് ഫ്രൂട്ട് സലാഡ്, ഐസ്ക്രീം അതൊക്കെയാണ് ഉള്ളത്. പിന്നെ 2 പേരുടെയും തൊണ്ട വയ്യാത്തതുകൊണ്ട് അതൊന്നും ട്രൈ ചെയ്തില്ല. അപ്പൊ പൊതുവെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഉപ്പുമുളകും റെസ്റ്റോറന്റ്. അപ്പൊ UAE-ലുള്ളവരൊക്കെ ഒന്ന് പോയി നോക്കുക, ഒന്ന് ട്രൈ ചെയ്യാമല്ലോ എങ്ങനെയുണ്ട്. നാടൻ ഫുഡൊക്കെ ഇഷ്ടമുള്ളവർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പൊ ശരി, നമുക്ക് ഈ വ്ളോഗ് ഇവിടെ നിർത്താം. അടുത്ത പ്രാവശ്യം പുതിയൊരു വ്ളോഗുമായിട്ട് കാണാം. ബൈ. മുരളിയേട്ടൻ ഡ്രൈവ് ചെയ്യാം, എന്നാലും ഒരു ബൈ പറഞ്ഞേക്ക് മുരളിയേട്ട. ശരി, ബൈ.